കുടുംബസ്വത്ത് വീതം വയ്ക്കാൻ കൈക്കൂലി വാങ്ങിയ സബ് രജിസ്ട്രാറും ഇടനിലക്കാരനും വിജിലൻസിന്റെ പിടിയിൽ. ഇവരിൽ നിന്ന് പിടികൂടിയത് 60,000 രൂപയാണ്. സംഭവം മലപ്പുറം കൊണ്ടോട്ടി സബ് രജിസ്ട്രാർ ഓഫീസിൽ. കൊണ്ടോട്ടി സബ് രജിസ്ട്രാർ എസ് അനിൽ ജോസ്, സഹായി തേഞ്ഞിപ്പലം സ്വദേശി ബഷീർ എന്നിവരാണ് വിജിലൻസിന്റെ പിടിയിലായത്. സനിൽ ജോസിൽ നിന്ന് 40,000 രൂപയും ഇടനിലക്കാരനിൽ നിന്ന് 20,000 രൂപയും വിജിലൻസ് പിടിച്ചെടുത്തു. കുടുംബസ്വത്ത് വീതം വെക്കുന്നതിനായാണ് പുളിക്കൽ വലിയപറമ്പ് സ്വദേശി ഷിഹാബുദ്ദീൻ കൊണ്ടോട്ടി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയത്. എന്നാൽ രജിസ്ട്രേഷൻ നടപടികൾക്കായി സനിൽ ജോസ് 1,40,000 രൂപ വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടു. ഭൂസ്വത്തിന്റെ 1% പണമടച്ച് പ്രമാണം ചെയ്യേണ്ടതിനു പകരം മുദ്രപത്രമടക്കം 1,40,000 രൂപ വേണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. അങ്ങനെ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ അത്ര വരില്ല. അങ്ങനെ 2-3 തവണ ഞാൻ നേരിട്ട് ആളെടുത്ത് വന്ന് അന്വേഷിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞ പ്രശ്നമില്ലേ, എഴുത്തുകാരോട് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മൊത്തം 90,000 രൂപ ആകെ നിങ്ങൾക്ക് ചിലവ് വരുള്ളൂ. അതിൽ 40 റുപ്യ SRന് കൊടുക്കാനുള്ള ക്യാഷാണ്. ബാക്കി ഇങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ആ രീതിയിൽ നിങ്ങൾ 90,000 രൂപ നിങ്ങൾ തരികയാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. തുടർന്ന് വലിയപറമ്പ് സ്വദേശി വിജിലൻസിനെ പരാതി അറിയിക്കുകയായിരുന്നു. അവർ നൽകിയ പണവുമായി ഓഫീസിലെത്തി രജിസ്ട്രാർക്ക് കൈമാറി. ആധാരമെഴുതിയ കൊണ്ടോട്ടി കോട്ടപ്പുറം സ്വദേശി കൂടി കേസിൽ പിടിയിലാവാനുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.